ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും വ്യത്യസ്തരായതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ്, ജീവിത രീതി വ്യത്യസ്തമാണ്. അത് ആസ്വദിക്കുന്നതും പലർക്കും പല രീതിയാണ്. എന്ന് വെച്ചാൽ നമുക്കില്ലാത്ത പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം മറ്റൊരാൾക്കുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടും. അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് ഇഷ്ടത്തോടെ അത് നോക്കുമെങ്കിലും ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട ആകർഷണവുമൊക്കെ. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട് ഓരോ കാര്യത്തിനും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ആകർഷണത്തിനകത്ത് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരേപോലല്ല. ഇപ്പം ഏത് കാര്യമാണെങ്കിലും ഒരാൾ ഒരു കാര്യം ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റേതായ എക്സ്പീരിയൻസ് വേണം. പിന്നൊരു കാര്യമുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തവർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഇഷ്ടമുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിനകത്ത് സ്ത്രീയേക്കാൾ കൂടുതൽ ആകാംക്ഷ പുരുഷനാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് പേരും ചിന്തിക്കുന്നത് രണ്ട് തരത്തിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഏതൊരു മെഷീൻ വാങ്ങിച്ചാലും അതിനൊരു പ്രവർത്തന രീതിയുണ്ട്, അതിനൊരു ഷേപ്പുണ്ട്. ഇപ്പം മെഷീന് നല്ല ഷേപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട്, പക്ഷേ പ്രവർത്തനം ശരിയല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പം ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും ഒരു ആവറേജ് സൈസുണ്ട്, അത് വേണം. ഇപ്പം നമ്മളൊരു ഏത്തപ്പഴം തിന്നാനെടുക്കുമ്പോഴേ ഏത് വലിപ്പത്തിലുള്ളതായിരിക്കും കൂടുതലും സെലക്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ കടയിൽ നിന്നായാലും വാങ്ങിക്കുമ്പോൾ തീരെ ചെറുതുമല്ല ഒത്തിരി വലുതുമല്ലാത്ത ഒരു ആവറേജ് സൈസാണല്ലോ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു ആവറേജിനോടാണ് കൂടുതൽ പേർക്കും ഇഷ്ടം. എന്നാൽ കുറച്ച് വലിപ്പം കൂടുതലുള്ള ഏത്തപ്പഴം ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. എന്ന് വെച്ചാൽ എന്തിന് വാങ്ങിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ചിലർക്ക് പഴുത്ത ഏത്തയ്ക്ക അതുപോലെ തിന്നുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ചിപ്സ് ഉണ്ടാക്കി തിന്നുന്നതാണ് ഇഷ്ടം, ചിലർക്ക് പഴംപൊരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടങ്ങളും മാറും. പിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് ഇതിൻ്റെ രൂപത്തോടും വലിപ്പത്തോടും ഒന്നും വലിയ ഉത്കണ്ഠയൊന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ സമയത്ത് അവർ സ്വയം മനസ്സിലാക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. അതിന് ഇതൊരു കാരണമാകുന്നതേ ഉള്ളൂ. ഇപ്പം നല്ല വിശപ്പുള്ള സമയത്ത് ഏത് രൂപത്തിലുള്ളത് കിട്ടിയാലും നമുക്ക് തിന്നാൻ തോന്നുമല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ഒരു കാര്യം ഓരോരുത്തരുടെ ശരീരപ്രകൃതമനുസരിച്ച് പാരമ്പര്യമനുസരിച്ച് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് രൂപം, വലിപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യമുണ്ട്, അതിൻ്റെ പ്രവർത്തനക്ഷമത, ശക്തി തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ ഓരോരുത്തരുടെ സങ്കല്പത്തിനനുസരിച്ച്, എക്സ്പീരിയൻസിനനുസരിച്ച് ഇഷ്ടങ്ങൾക്കും മാറ്റം വരും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. പിന്നെ അയക്കാവുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.